Hello everyone, welcome back to our channel Shutu and Mama. ഹലോ ഗായ്സ്, ഞാനിതിപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ. അതാ എൻ്റെ സൗണ്ടെല്ലാം പോയി കിടക്കുന്നത്. അന്ന് പനി വന്നതിന് ശേഷം എൻ്റെ സൗണ്ട് ഇതുവരെ തിരിച്ച് വന്നിട്ടില്ല. അപ്പോൾ ഇന്നൊരു ഡെയിലി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു പരിപാടി ഇല്ല കേട്ടോ, ചുമ്മാ ഇങ്ങനെ വീട്ടിൽ ഭയങ്കര ഇന്ന് വേറെ ഒരു പരിപാടിയും ഇല്ല, ഭയങ്കര റിലാക്സ് ആയിരിക്കുന്ന ഒരു ദിവസമാണ്. എന്താ പറയുക, അതുകൊണ്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എവിടെയും പോകാനും ഇല്ല, ഒന്നുമില്ല. നമ്മളിത് ഇപ്പോൾ എഴുന്നേറ്റിട്ടേ ഉള്ളൂ. ഇനിയിപ്പം താഴെ പോയി ഫ്രഷപ്പൊക്കെ ആവണം. ചുട്ടു എണീച്ച ഉടനെ തന്നെ അവളുടെ പരിപാടിയിലേക്ക് പോയിട്ടുണ്ട്. അവിടെ പോയിട്ട് എന്തെല്ലോ വലിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് അല്ലെങ്കിൽ 10 വർഷത്തെ മേലായോ എന്ന് എനിക്കറിയില്ല, എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ കേട്ടോ. ഞാനൊരു തൈറോയ്ഡ് പേഷ്യൻ്റാണ്. അപ്പോൾ തൈറോയിഡിൻ്റെ ഗുളികയും കുടിച്ച് വെള്ളവും കുടിച്ചാണ് ഫേസ്റ്റ്ലി ഒരു ദിവസം ഞാൻ തുടങ്ങുന്നത്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ പാടേ ഇത് കുടിച്ചു വെക്കും. അതിനിതാ നമ്മളെ ഷുട്ടൂപ്പി എണീച്ച് റെഡി ആയിരിപ്പുണ്ട് താഴേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് ഫ്രഷപ്പായിട്ട് വരാം കേട്ടോ. ഹലോ ഗായ്സ്, എല്ലാ ദിവസവും ഷുട്ടു എപ്പോഴും ഈ സമയത്തൊന്നും എണീക്കില്ല കേട്ടോ. എന്താ പറയുക, അവൾ ലേറ്റായിട്ടാണ് എഴുന്നേക്കാറുള്ളത്. ഇന്ന് പിന്നെ കുട്ടപ്പൻ ഇല്ലാത്തതുകൊണ്ട് ഞാനും അവൾ ഒറ്റയ്ക്കാണ് മേലെ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് അവൾ ഒറ്റയ്ക്ക് അവിടെ ആക്കിയിട്ട് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവൾ എഴുന്നേൽക്കുമ്പോൾ മാത്രമേ എനിക്കും എഴുന്നേൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് അവൾ എപ്പോഴത്തേനേക്കാളും കുറച്ച് നേരത്തെ എണീറ്റു, അതുകൊണ്ട് ഞാൻ അധികം ലേറ്റ് ആയില്ല. അതിനിതാ ഞാൻ എഴുന്നേറ്റ പാടനെ ബാത്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷപ്പായി, പിന്നെ ഒന്ന് ബ്രഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ബ്രഷപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം അവളെ ഒന്ന് ഫ്രഷാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പാമ്പസൊക്കെ മാറ്റി ഒന്ന് സെറ്റാക്കണം. മോർണിംഗ് ടൈമിൽ ഞാൻ പാമ്പസ് ഉപയോഗിക്കാറേ ഇല്ല. ഈവനിങ് ആകുമ്പോൾ ഞാൻ അവളെ ഒന്ന് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പാമ്പസ് ഇട്ട് കൊടുക്കാറുള്ളത്. രാവിലെ ടൈമിൽ ഷുട്ടൂനെ പല്ലിയിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ടാസ്ക്കാണ്. കാരണം രാവിലെ എഴുന്നേറ്റൻ്റെ ആ ഒരു വായുടെ എന്തുകൊണ്ടാണ് എന്താ പറയുക, ഒരു നമുക്കൊരു ഫ്രഷ്നെസ് ഉണ്ടാവില്ലല്ലോ വായിൽ. അപ്പോൾ അതുകൊണ്ടാണോ എന്താ അറിയില്ല, അവൾക്ക് പല്ലിൽ തട്ടിക്കുമ്പോൾ ഒരു ടിക്ലിങ് ഫീൽ പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്നെ ബ്രഷ് ചെയ്യാൻ സമ്മതിക്കുകയില്ല. രാത്രിയിലാണ് മൂപ്പർ കറക്റ്റായിട്ട് ബ്രഷ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുവിധം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാണ് ഒന്ന് ബ്രഷ് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ ബ്രഷിങ് പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഷുട്ടൂരൊന്ന് ക്ലീനപ്പ് ആക്കി ഡ്രസ്സൊക്കെ മാറ്റിയെടുക്കണം. അപ്പം നമ്മൾ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വരാം അല്ലേ, ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ. ഷുട്ടു ഭയങ്കര ലേറ്റായിട്ടാണ് ഉറങ്ങുക. ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് ഫ്രഷപ്പായിട്ട് എഴുന്നേറ്റില്ലെങ്കിൽ അവളുടെ ആ ദിവസത്തുള്ള എല്ലാ പരിപാടിയും ഭയങ്കര അലമ്പായിരിക്കും. എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുകയില്ല. അവളും ഒരുമാതിരി മൂഡിലായിരിക്കും ഉണ്ടാവുക. പിന്നെ ഉച്ചക്കത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റാലാണ് ആൾ ഫുൾ എനർജറ്റിക്കായിട്ട് എപ്പോഴും ഓണായിട്ടിരിക്കുന്നത്. പിന്നെ ഭയങ്കര കളിയൊക്കെ ആയിരിക്കും. അതുവരെ ഇങ്ങനെ അമ്മേ അമ്മേ എന്ന് പറഞ്ഞു. പിന്നെ എന്താ പറയുക, ഒരുമാതിരി മൂഡായിരിക്കും അവൾക്ക്. അപ്പോൾ അതനുസരിച്ച് വേണം ഞാൻ എന്തെങ്കിലും ചെയ്യാൻ. അവളുടെ മുടിയൊക്കെ നല്ല പോലെ നീളം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകുന്ന ടൈമിൽ വേണം ഒന്ന് കട്ട് ചെയ്യാൻ. നമ്മൾ കണ്ണൂരിലെ നാച്ചുറൽസ് എന്നാണ് എപ്പോഴും അവളുടെ മുടി, അവിടെ നിന്നാണ് ഞാൻ അധികം വെട്ടാറുള്ളത്. ഞാൻ മാറ്റി വെട്ടിയത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല, ഒരു ഒരു ശരി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പം വീട്ടിൽ പോകുന്ന ടൈമിൽ ഒന്ന് വെട്ടിക്കൊടുക്കണം. അതുവരെ എന്താ പറയുക, അവൾ കെട്ടിവെക്കാൻ അങ്ങനെ സമ്മതിക്കില്ല മുടി, എന്താ അറിയില്ല, അവൾക്ക് അത്ര ഇഷ്ടമല്ല. അപ്പം ഞാൻ ഒരു വിധത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്താ പറയുക ഒന്ന് സമാധാനിപ്പിച്ചൊക്കെയാണ് കെട്ടിക്കൊടുക്കാറുള്ളത്. എവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിലും കെട്ടിക്കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. എന്താ പറയുക, ചിലപ്പോൾ എവിടെയെങ്കിലും പോയി പരിപാടിയൊക്കെ കഴിഞ്ഞ് കാറ് കയറിയ പാടെ ആൾ അപ്പം തന്നെ മുടിയൊക്കെ ഊരി കൈ പിടിക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമാണിപ്പോൾ. ഷുട്ടുപ്പ് റെഡിയായി, ഡ്രസ്സൊക്കെ ഇട്ടു. ഇത് ഷുട്ടിൻ്റെ വിഷുവിൻ്റെ പുതിയ ഡ്രസ്സാണ് അല്ലേ. ഇനി നമ്മൾ പോയിട്ട് എന്താ ചെയ്യാ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ? ചായ കുടിക്കുമ്പോൾ പറ, ചായ കുടിക്കാൻ പോവാണ്. ഷുട്ടുവിന് എൻ്റെ കോലം കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കണ്ട, ഞാനൊന്നും ചെയ്തില്ല, ഞാൻ ജസ്റ്റ് ബ്രഷ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ പോയിട്ട് ചായ കുടിക്കണം. ഷുട്ടുവിന് നല്ല കോൾഡൊക്കെ പിടിച്ച സൈഡാണ് ആൾ, മൂക്കൊക്കെ ഫുള്ള് പഞ്ചറാണ്. അപ്പോൾ നമ്മൾ പോയിട്ട് എന്തായാലും ചായ കുടിക്കാൻ നോക്കട്ടെ. ഓക്കെ.
അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ചായ കുടിക്കാനുള്ള പരിപാടിയിലേക്ക് നീങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് അമ്മയും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. മോസ്റ്റ്ലി ഞാനും അമ്മയും ഒന്നിച്ച് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത്. നല്ല ലേറ്റ് ആയിട്ടുണ്ടെങ്കിലാണ് അമ്മ പെട്ടെന്ന് കുടിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ, രാവിലെ ഉച്ചയ്ക്കെന്നല്ല, ചായ കുടിക്കുമ്പോഴൊക്കെ ഞാൻ ഇപ്പം മിൽക്കൊക്കെ കട്ട് ചെയ്തു. ഞാൻ ഇപ്പോൾ കട്ടൻ ചായ തന്നെയാണ് അധികം കുടിക്കാറുള്ളത് രാവിലെ. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ എന്തായാലും ഗ്രീൻ ടീ ആയിരിക്കും. അപ്പം എന്താണെന്നറിയില്ല, ഇപ്പം അങ്ങനെ ആക്കണമെന്ന് തോന്നി ഞാൻ ആക്കി, അത്രയേ ഉള്ളൂ. കട്ടനായതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ ഒറ്റൊരു സ്പൂണ് മാത്രം പഞ്ചസാര ആഡ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ രാവിലെ പാൽച്ചായയാണ് കുടിക്കുന്നതെങ്കിൽ ഞാൻ ഷുഗർ ആഡ് ചെയ്യാറില്ല. നോർമലി അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പം കട്ടനായതുകൊണ്ട് ഒരു കുടിക്കാനൊരു ടേസ്റ്റിന് വേണ്ടി എന്താ പറയുക, ഒരു സ്പൂൺ ഫുള്ളില്ല, ഒരു ഹാഫ്, അതിൽ കൂടുതൽ കുറച്ച് ഇട്ടിട്ട് സെറ്റാക്കിയിട്ടാണ് ഞാൻ ചായ കുടിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ ചായയുടെ പരിപാടി. ഇന്ന് ഇത്രേ പയറുണ്ടായിട്ടും ബാക്കി ആ ആ വെള്ളരിക്കറി. അപ്പൊ ഈ നമ്മൾ ഉച്ചക്കേക്കുള്ള സാധനങ്ങളെല്ലാം എടുത്ത് പുട്ടും ഗ്രീൻ പീസ് കറിയാണ്. അപ്പൊ നമ്മൾ പോയിട്ട് ചായ കുടിക്കട്ടെ. അപ്പൊ നമ്മൾ എന്തായാലും പോയി ചായ കുടിക്കട്ടെ. ഇന്ന് പുട്ടും ഗ്രീൻ പീസ് കറിയാണ്. അമ്മയും ചായ കുടിച്ചിട്ടില്ല. ഞാൻ ചായ കുടിച്ചിട്ടേ ഇനി ചുട്ടൂന് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവൾ കഴിക്കില്ല. രാവിലെ ഭയങ്കര മൂടിയായിരിക്കും. രാവിലെ ഒട്ടിയോ? ഐസ്ക്രീം തിന്നിട്ടല്ലേ മൂക്കെല്ലാം പോയേ? പിന്നെ ഐസ്ക്രീം വേണോ? ഐസ്ക്രീമിന് കുറച്ച് കഴിഞ്ഞ് നമുക്ക് കോൾഡെല്ലാം മാറിയിട്ട് കഴിക്കാം കേട്ടാ. ഇവിടെ നിനക്കും വരുന്നുണ്ടോ സംശയം. അത് ഇന്നലെ രാവിലെ എണീക്കുമ്പോൾ തൊണ്ടവേദനയും ഭയങ്കര മൂക്കണം. അങ്ങനെ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ചായ ഞാൻ കുടിച്ചിട്ടില്ല, പുട്ട് കഴിച്ചു. ചുട്ടു ഞാൻ കൊടുത്തിട്ടില്ല. അവൾ എണീച്ചപാട് എന്തായാലും കുറച്ച് മൂടിയായിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് മെഴുക്കുപ്പേരിയും വലിയ പയർ മെഴുക്ക് വരട്ടിയതും പിന്നെ മോര് കറി, വെള്ളരിക്ക മോര് കറി, പിന്നെ എന്തെങ്കിലും ഫിഷ്. ഇപ്പം രവിയങ്കിൾ വന്നിട്ടുണ്ട്, അമ്മ ഫിഷ് വാങ്ങാൻ പോയിട്ടുണ്ട്, ചുട്ടും കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ മെനു എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ഇനി കട്ടിങ്ങിലേക്കൊക്കെ നീങ്ങാം. ഓക്കെ. നമ്മളെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്നൊന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ വേഗം വയ്ക്കേണ്ട പണിയല്ലേ ഉള്ളൂ. ഇവളുടെ മൂഡ് പോലെ മാത്രമേ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ചില സമയത്ത് എന്നെ കത്തിയെടുത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ അവൾ സമ്മതിക്കേയില്ല. അമ്മയെ വാവെടുക്ക് എന്ന് പറയും. ഇന്ന് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാനിപ്പം കണ്ടുപിടിച്ച ഒരു ട്രിക്കാണിത്. എന്തെങ്കിലും ചെയ്യുമ്പം അവളെ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ നിർത്തിക്കുക എന്നുള്ളത്. അപ്പോൾ അവൾ അതിൽ എൻഗേജ്ഡായിട്ട് കുറച്ചിങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. എന്താ പറയുക, അതാണ് ഇപ്പം ഞാൻ കറൻ്റ്ലി ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ എന്താ, അവൾക്ക് ഞാൻ ചായ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എണീറ്റ പാടെ അവൾ കഴിക്കില്ല. കുറച്ചൊന്ന് മൂഡ് റെഡിയായൊക്കെ വന്നതിന് ശേഷം കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അപ്പോഴേക്ക് ഉപ്പേരിക്കൊക്കെ കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അതിലിടയ്ക്ക് ആൾ വെള്ളരിക്കയുടെ കുരുവും വെള്ളരിക്കയൊക്കെ ഫുള്ളായിട്ട് അങ്ങോട്ട് എങ്ങനെ തകർക്കാമെന്നുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഇവിടെ എപ്പോഴും അധികവും ഉപ്പേരി ഉണ്ടാകുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ പച്ചപ്പയർ, വലിയ പയർ. അത് ഇവിടെ എല്ലാവർക്കും അത്യാവശ്യം ഭയങ്കര ഇഷ്ടമാണ്. ഈ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള പയറാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. ഡാർക്കായിട്ട് വരുന്നൊരു പയറുണ്ട്, അത് നമുക്ക് ആർക്കും അത്ര ഇഷ്ടമല്ല. എന്താ പറയുക, നമ്മൾ ഒരു നാടൻ പയർ വെക്കുന്ന ഒരു ടേസ്റ്റ് ആ പയർ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും കിട്ടാറില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ കട്ട് ചെയ്ത് അമ്മ ഇന്ന് മെഴുക്ക് വരട്ടി വെക്കാമെന്ന് പറയായിരുന്നു. അപ്പോൾ അതിന് ഓരോ മോഡലിനും ഓരോ സൈസാണല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് എന്നുള്ളത് ഡിസ്കസ് ചെയ്യായിരുന്നു. ഒരാളെ കണ്ടില്ലേ, അതാ ആ വെള്ളരിക്ക ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾ അപ്പുറത്ത്. പക്ഷെ ഞാനിപ്പോൾ ഒന്നും പറഞ്ഞാൽ ശരിയാവില്ല. കാരണം എൻ്റെ ഈ കട്ടിങ് കഴിയുന്നിടക്ക് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾ ചെയ്യാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ അവളുടെ വഴിക്ക് വിട്ടു. എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ കസേരേൻ്റെ മേലെ കയറ്റി നിർത്തിയോണ്ട് ഞാൻ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്താ വെച്ചാൽ താഴെ പോയാൽ പിന്നെ കാര്യം പോക്കാണല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്ത്
ഞാൻ അവൾക്ക് പിന്നെ ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതൊന്ന് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് മര്യാദയ്ക്ക് ഇരുന്ന് കൊടുക്കാൻ പറ്റും. കൂട്ടിയില്ല, ഞാൻ വെച്ച് എണീച്ച് നോക്കുമ്പില്ല ഉറക്കത്ത എന്തെല്ലോ പറയുന്നുണ്ട്. അമ്മ ഉപ്പേരിയിലെല്ലാം ഇട്ടതാ, നമ്മളിന്ന് ഏത് കഥയാ പറയാ? കാത്തുന്റെ അനിയന്റെ പേരെന്താ? എന്താ പേര് പറയാറാ? കാത്തൂന് ആരിലുണ്ടായേ? ഒരു കാത്തുപൂച്ചി ഉണ്ടായിനി. കാത്തൂന് പൂച്ചിയും അമ്മ പൂച്ചിയും പിന്നെ ഒരു അനിയനും ഉണ്ട്. അനിയന്റെ പേരെന്താ? കിട്ടും. ആ എന്നിട്ടോ പിന്നെ കാത്തൂന് ആരല്ലേ? അണ്ണുവിന്റെ പേരെന്താ? അല്ല, അപ്പു അല്ലേ? അന്ന് പറഞ്ഞേ അപ്പു. അപ്പു കാത്തൂന്റെ ഫ്രണ്ട് ആണല്ലേ? അപ്പു കാത്തൂന്റെ ഫ്രണ്ട് അല്ലേ? എന്നിട്ട് ഒരു ദിവസം കാത്തു അമ്മേനോട് ചോദിക്കും, അമ്മേ കളിക്കാൻ പോട്ടെ അമ്മേ. അങ്ങനെ കളിക്കാൻ പോട്ടെ അമ്മയെ ചോദിക്കും. അപ്പോ അമ്മക്കുച്ച് ചോദിക്കും, അതിന് അപ്പു വന്നില്ലല്ലോ പറയും. അപ്പൊ എന്താ പറയാ? അപ്പു വന്നില്ലല്ലോ എന്ന് പറയില്ലേ? അപ്പു എവിടെ ഉണ്ടാവും? അപ്പു എൻ്റെ ഈ കഥാപ്രസംഗം കേട്ടിട്ട് നിങ്ങൾ ഇതൊക്കെ ഏത് കഥയൊന്ന് തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഇങ്ങനെ ഓരോ ദിവസവും എന്തെങ്കിലും പുതിയ കഥയൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം ഇവളെ ഇപ്പോൾ ഒന്ന് ഫീഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ മാത്രമേ പ്രശ്നമുള്ളൂ, ഉച്ചയ്ക്ക് വലിയ കുഴപ്പമില്ല. എന്താ പറയുക, ഈവനിങ് ആകുമ്പം തീരെ പ്രശ്നമില്ല, അവളങ്ങ് കഴിച്ചോളൂ. അപ്പോൾ ഇന്ന് നമ്മളെ മീൻ അയില. ഇന്ന് തേങ്ങ അരച്ചിട്ട് അമ്മ വെക്കുവയില പൊരിക്കുന്ന. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് വെള്ളരിക്ക മോര് കറിയാണ്. അതിൻ്റെ വെള്ളരി വെന്ത് തിളക്കുന്നുണ്ടല്ലോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർക്കാൻ പോകുന്ന. ഇത് അമ്മ ഗ്രൈൻഡറിൽ അരച്ച് വെച്ചാണ്, ഗ്രൈൻഡറിൽ അരച്ച തേങ്ങ. പിന്നെ മോരും കൂടെ ചേർത്ത്, മോര് ചേർത്താൽ പിന്നെ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. അപ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്യും, പിന്നെ വറുത്തെടുക്കും. അപ്പം അമ്മ അവിടെ മോരുകറി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ കുറച്ച് നമ്മുടെ ഉപ്പേരി ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. മെഴുക്ക് വരട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണ നമ്മൾ യൂഷ്വലി എടുക്കുന്നതിലും കുറച്ച് അധികം വേണം. ബിക്കോസ് നമ്മൾ വേറെ തേങ്ങയോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര കുറച്ച്, ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് എണ്ണ ഇട്ടിട്ട് മാത്രമേ ആക്കാറുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാ പണിയും വേഗം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുക, എനിക്ക് എപ്പോഴെങ്കിലാണ് ഇങ്ങനെ ഒരു ഫുൾ സ്വിങ്ങിലായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ചെയ്യുമ്പോൾ തന്നെ 100 പ്രാവശ്യം അവൾ വന്ന് എന്നെ വിളിച്ചിട്ടുണ്ടാവും. ഇപ്പം എന്തോ അച്ഛൻ്റെ അടുത്തേക്ക് പോയി നോക്കിയിട്ടുണ്ട്, ഫോണ് കിട്ടുമോ എന്നുള്ള അന്വേഷണത്തിലാണ്. അച്ഛൻ്റെ അടുത്ത് പോയി എങ്ങനെയെങ്കിലും ഒന്ന് ഫോണൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ആൾ പോയിട്ടുണ്ട്. ഇപ്പം കിട്ടാതിരിക്കുമ്പോൾ ഇങ്ങോട്ടൊക്കെ വേണ്ടിയിട്ടുള്ള വറുത്തിടുന്നതാണ്. കടുക്, നമ്മൾ ഉപ്പേരി അടുപ്പത്തായി. കുറച്ച് ഉലുവയൊന്ന് ഗോൾഡൻ കളറായി വരുമ്പോൾ നമ്മൾ കായ്മുളക് ഇടും. ഓക്കെ, മോര് കറി റെഡി. അപ്പം നമ്മളെ ലഞ്ചിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞ്. ഇനി ഫിഷ് ഫ്രൈ അല്ലല്ലോ അല്ലേ, മീൻ പൊരിക്കണം. ഇത് പാത്രത്തിൽ മാറ്റണം. ഓക്കെ, അച്ചാച്ച കാണിക്കൂല. അച്ചാച്ചനോട് അമ്മ പറഞ്ഞിട്ടില്ലേ ഫോണ് കാണിക്കാൻ പാടില്ല.
ഉമ്മേ അത് നേരത്തൊഴിക്കുന്നു. മരുന്ന് കുടിക്കാം നമ്മൾ പോയിട്ട് മാറണ്ടേ? അങ്ങനെ നമ്മളെ ലഞ്ചിന്റെ പരിപാടിയെല്ലാം ഏകദേശം കഴിഞ്ഞ് തരാം. ഇനിയിപ്പോ എനിക്ക് ഇവക്ക് മരുന്ന് കൊടുക്കണം. നല്ല കോൾഡ് പിടിച്ചിട്ടുണ്ട്. പിന്നെ ബാബ പറഞ്ഞു. അമ്മ പറയട്ടെ എന്നിട്ട് ബാബ പറഞ്ഞു. ഇനിയിപ്പം നമ്മളിവിടെ ബീനാൻഡി ഇന്ന് ലീവാ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു വരുമല്ലോ ചെയ്യണം അകലം. അപ്പം അതും കൂടെ ഉള്ളൂ. ഉച്ച വരെയുള്ള പണി എന്ന് പറയാൻ അതൊക്കെ തന്നെ ഉള്ളൂ. ഇന്ന് വാഷ് ചെയ്യാനൊന്നുമില്ല. എൻ്റെ വാഷിംഗ് എല്ലാം ഇന്നലെ തന്നെ കഴിഞ്ഞിരുന്നു. അപ്പം ഞാൻ എന്തായാലും ഇവക്ക് മരുന്ന് കൊടുക്കട്ടെ. മരുന്ന് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്. എന്തായാലും നോക്കാം. എന്നാ ബാബ പറ. ഷുട്ടൂന് മരുന്ന് കുടിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയാണ്. ഞാനൊന്ന് അപ്പുറം പോയി ഇപ്പുറം വരുമ്പോഴേക്കും ആൾ മരുന്നിൻ്റെ കുപ്പിയൊക്കെ തുറന്ന് എടുത്ത് കുടിക്കാനുള്ള പരിപാടിയായിരുന്നു. ഈ മരുന്ന് കുടിക്കാൻ പിന്നെയും പ്രശ്നമില്ല. ഫസ്റ്റിലത്തെ ഒരു കുടിക്കാൻ മാത്രമേ കുറച്ച് പണിയുള്ളൂ. ഈ കോൾഡിൻ്റെ മരുന്ന് കുറച്ചും കൂടി എന്താ പറയുക, നമ്മളൊരു ഓറഞ്ച് ഫ്ലേവറൊക്കെ ഉള്ള സംഭവമാണ്. പനിയെങ്ങാനും വന്നാൽ പിന്നെ പനീൻ്റെ പാരസെറ്റമോൾ കുടിപ്പിക്കാനാണ് ഭയങ്കര പാട്. ഇത് വലിയ കുഴപ്പമില്ലാതെ ഒരു സിപ്പൊക്കെ വായിലായി കഴിഞ്ഞാൽ അങ്ങ് പോയിക്കോളും. പിന്നെ മൂക്കിൽ മരുന്ന് കുട്ടിക്കുന്നതിലൊന്നും പ്രശ്നമില്ല. ഇപ്പം മൂപ്പർക്ക് പെട്ടെന്ന് തന്നെ വിട്ടോളും. ആൾക്കിപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താ അറിയോ കുടിക്കാൻ വേണ്ടിയിട്ട്? ഏറ്റവും കൂടുതൽ കയ്പുള്ള നമ്മുടെ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു അയൺ ഡ്രോപ്സ് ഉണ്ട്. വെറും ഇരുമ്പിൻ്റെ സ്മെല്ല് മാത്രമേ തുറക്കുമ്പോൾ നമുക്ക് വരുള്ളൂ. പക്ഷെ അത് മൂപ്പര് ഭയങ്കര ഇഷ്ടത്തോടെ കഴിച്ചോളും. ഞാൻ വിചാരിച്ചു, ഞാൻ കുറേ കുട്ടികൾ കരഞ്ഞ് നിലവിളിക്കുന്ന കണ്ടിട്ടുണ്ട് അത് കഴിക്കുമ്പോൾ. പക്ഷേങ്കിൽ ഇവൾക്ക് അങ്ങനത്തെ ടേസ്റ്റൊന്നും കഴിക്കുന്നതിൽ വലിയ പ്രശ്നമില്ല. മധുരമാണ് ഇവൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മരുന്ന് കൊടുക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ ഉപ്പേരിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഇന്ന് പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ കണിക്ക് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന എന്താ പറയുക കയ്പക്കയായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫിഷ് ഫ്രൈ ആക്കുന്ന പോലെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി വെക്കാമെന്ന് പറഞ്ഞു അമ്മ. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് അമ്മ എവിടെയോ ബാത്റൂമിലോ മറ്റോ പോയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അമ്മ വരുമ്പോഴേക്കും അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം നമ്മൾ വിഷുവിന് വാങ്ങിച്ച സാധനങ്ങളാട്ടോ. വിഷുവിന് വാങ്ങിയത് ബാക്കി ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചെറിയ നമ്മൾ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഫിഷ് ഫ്രൈ ആക്കിയ പോലെ ആക്കാന്ന് പറഞ്ഞ അമ്മ. അപ്പൊ അതിനുവേണ്ടി ഞാൻ കയ്പക്ക കട്ട് ചെയ്യുന്ന ശുദ്ധ. ഓ ഇതാ കഴിഞ്ഞു ശുദ്ധന് കയ്പക്ക വേണോ? അമ്മ എടുക്കും. ബാവനെ എടുക്കാം. ഒരു ബാവന്റെ കസേരയും എടുത്തിട്ടോ ചേർന്ന് എടുത്തോ. ചേരെവിടെ? ചേരെടുത്തോ. വാ. കഴിഞ്ഞു അടിച്ചു വരാൻ പോകാം നമുക്ക്. അപ്പൊ ഇന്ന് നമ്മള് ബീനാൻഡ് ലീവാണ്. ജസ്റ്റ് ഒന്ന് അടിച്ചു വരേണ്ട പരിപാടി ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ ശരിക്കും നമ്മളെ ഉച്ചവരെയുള്ള പണിയെല്ലാം കഴിഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം വരുന്നടാ. വരുന്ന കഴിഞ്ഞു. ഓ ചൂലവിടെ ഇല്ലേ?
കഴിഞ്ഞു. ആ അമ്മേൻ്റെ കഴിഞ്ഞു വരുന്നു. ജ്യൂസ് വേണ്ടേ ഇന്ന്? കഴിഞ്ഞപ്പോ വരുന്ന്. ഇതാണ് ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ മെയിൻ പ്രശ്നം. ഇവിടെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ഞാൻ ഇവിടെ എടുത്തുകൊണ്ട് നിൽക്കണം. അതാണ് ഇപ്പോഴത്തെ മെയിൻ. കൈ കഴുകട്ടെ. അങ്ങനെ ഫിഷ് ഫ്രൈയും കൂടി റെഡിയായി കഴിഞ്ഞാൽ നമ്മുടെ ഓൾമോസ്റ്റ് ലഞ്ചിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇതാണ് ഷുട്ടുവിൻ്റെ പ്രശ്നം. ഒന്ന് ചെയ്ത് രണ്ടാമത്തേൽ പിന്നെ എൻ്റെ തൊള്ളിൽ കയറും. അവളെയും വെച്ച് ചെയ്യാന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നല്ല ടാസ്ക്കാണ്. എനിക്ക് വലിയ ടാസ്ക് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെയും ചെയ്യുന്ന അമ്മമാർ കുറേ ഉണ്ടാവും. അവരൊക്കെ ശരിക്കും സമ്മതിക്കണം. എനിക്ക് പിന്നെ ഇവിടെ അമ്മയും എല്ലാവരും ഉള്ളത് കൊണ്ട് എനിക്ക് അത്ര ഇതുവരെ ഫീലായിട്ടില്ല. കാരണം അമ്മ ഞാൻ ഒന്നും ചെയ്യേണ്ട, നീ അവളെ നോക്കിക്കോന്ന് എപ്പോഴും പറയും. അപ്പോൾ ഇതൊക്കെ ഇപ്പം എന്താ പറയുക, എക്സ്പീരിയൻസ് ആക്കി എടുക്കുകയാണ് ഞാൻ അവളെയും വെച്ച് എങ്ങനെ ചെയ്യാന്നുള്ളത്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ക്ലീനിങ്ങിൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ. ഒന്ന് അടിച്ചു വാരി ക്ലീനാക്കണം അടുക്കളയും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്കിന്ന് ബീനാൻറ്റി ഇല്ലാത്തത് കൊണ്ട് ഒന്ന് അകമൊക്കെ അടിച്ചു വാരി തൂത്ത് വൃത്തിയാക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഉച്ചവരെയുള്ള പരിപാടി എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ 2 പട്ടിക്കുട്ടികളുണ്ട്. അവരുടെ ഫുഡൊന്ന് കുക്ക് ചെയ്യണം അമ്മയ്ക്ക്. അതൊക്കെയാണ് നമ്മുടെ മെയിൻ പരിപാടി ഉച്ചവരെയുള്ളത്. പിന്നെ ഷുട്ടുവിൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങൾ ആൾക്ക് ഞാൻ ഒരു മിഡ് സ്നാക്ക് പോലെ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പം ഒരു ഫ്രഷ് ജ്യൂസ് ആക്കി മാറ്റിയിട്ടുണ്ട്. എന്തെങ്കിലും ഫ്രഷ് ജ്യൂസ് ഞാൻ ഡെയിലി കൊടുക്കും. പിന്നെ അവളിപ്പം പാല് കുടിക്കാറുണ്ട്. അതും ഞാൻ ഈവനിങ് ടൈമിലാണ് മോസ്റ്റ്ലി കൊടുക്കാറുള്ളത്. അത് നമ്മുടെ നട്ട്സൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കും ഇടയ്ക്ക്. അങ്ങനെ ഓരോ ദിവസവും ഓരോ മെനു ആണ് ഇപ്പോൾ ആൾക്ക്. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് തന്നെ കൊടുത്താൽ അവർ കഴിക്കണം എന്നില്ല. അപ്പോൾ അങ്ങനെ മാറ്റി മാറ്റി ഓരോന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ജ്യൂസ് പിന്നെ ഭയങ്കര ചൂടാണല്ലോ, ചൂടുമാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അവളുടെ മൂഡ് സ്വിങ്സിൻ്റെ പരിപാടി ഉള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് ഉറങ്ങുന്നതിന് മുന്നേ ചോറ് കൊടുക്കാൻ വേണ്ടി ഞാൻ അധികം വയറങ്ങനെ ഫില്ലാവാത്ത സംഭവങ്ങൾ കൊടുത്തും സെറ്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അവൾ 12:30-1 മണിയാകുമ്പം ചോറ് കഴിച്ചോളും. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇവൾ ഉറങ്ങി 3 മണി 3:30 ആവും എണീക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ചോറ് തിന്നുക എന്ന് പറയുന്നത് 4 മണിയൊക്കെ ആവും. പിന്നെ എണീച്ചതിൻ്റെ ആ ഒരു മൂഡ് ഓഫിൽ മര്യാദയ്ക്ക് കഴിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഒന്ന് പ്രോപ്പർലി ഒന്ന് ദഹനമൊക്കെ കംപ്ലീറ്റ്ലി വേഗം ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ഫ്രഷ് ജ്യൂസ് കൊടുത്തൊന്ന് സെറ്റ് ചെയ്ത് വെക്കും. അതാവുമ്പം പെട്ടെന്ന് ചോറും കഴിച്ച് അവളങ്ങ് ഉറങ്ങിക്കോളും. എനിക്കും സമാധാനം, അവളുടെ വയറും നിറയും. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അയില റെഡി. മത്തി ഇല്ല ഇന്ന്, അയില ഫിഷ് കൊതിച്ച്, മീൻ കൊതിച്ച്, മീൻ കൊതിച്ച് ചുട്ട്. ഷുട്ടൂന് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി കേട്ടോ ഈ മീൻ മുറിക്കുന്നതും മീൻ ക്ലീൻ ചെയ്യുന്നതും ഇങ്ങനെ നോക്കിയിരിക്കാൻ. ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് മീൻ എന്ന് പറയുന്നത്. ചോറ് കഴിച്ചില്ലെങ്കിലും നമ്മൾ വെറുതെ ഇങ്ങനെ മീൻ കഷ്ണങ്ങൾ മുറിച്ചിട്ട് കൊടുത്താൽ അവൾ അത് കഴിച്ചോളും. അപ്പോൾ അത് അച്ചമ്മ ഇങ്ങനെ മീൻ വൃത്തിയാക്കുന്നത് നോക്കിയിരിക്കുന്ന സീനാട്ടോ. ആൾക്ക് അവളെ ശല്യപ്പെടുത്തുന്നൊന്നും ഇഷ്ടമല്ല. പിന്നെ എന്താ പ്രശ്നം വെച്ചാൽ മീൻ താഴെ വെക്കാൻ സമ്മതിക്കില്ല. അവൾക്ക് അതിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അമ്മ ഒന്ന് ഫിഷ് ഫ്രൈക്ക് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് പോയി. ബീനാൻറ്റി ഇല്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്രോപ്പർലി എപ്പോഴും ബീനാൻറ്റി തന്നെയാണ് ചെയ്യാറുള്ളത്. ഇല്ലാത്ത സമയത്ത് മാത്രമേ നമ്മൾ ക്ലീൻ ചെയ്യാൻ നിൽക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് ബീനാൻറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവളെ അതിലും വലിയ കോമഡിയാണ്. ഞാൻ ചെയ്യുന്നതിനേക്കാളും മുന്നേ അവൾക്ക് ചെയ്യണം. അവൾക്ക് ചൂല് വേണം, അവൾക്ക് കാട്ടൻ കോരി വേണം, എല്ലാം അവൾക്ക് ചെയ്യണം. അപ്പോൾ അവളെ വെച്ച് ഞാൻ ഒരുവിധം എങ്ങനെയൊക്കെ തൂത്തടിച്ച് വൃത്തിയാക്കി വെക്കുകയാണ് ചെയ്തത്. വേഗം അടിച്ച് ഓടി രക്ഷപ്പെട്ടു എന്ന് പറയാം. കുറേ കഴിഞ്ഞാൽ പിന്നെ അവൾ അച്ഛൻ്റെ അടുത്തേക്ക് പോയി. എന്തോ ഒരു ഉടായ്പിന് വേണ്ടി പോയി. പക്ഷെ ഇപ്പം ആരും ഫോൺ കൊടുക്കില്ല, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. കഴിഞ്ഞിട്ടുണ്ട്. ഇനി അമ്മ ഫിഷ് ഫ്രൈ ഓൾറെഡി വെച്ചു. പിന്നെ നമ്മളെ ആ കയ്പ്പക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. എൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് ജ്യൂസ് കൊടുക്കണം ഷുട്ടുവിന്. ഞാൻ ഇപ്പം എപ്പോഴും അവൾക്ക് ഡെയിലി എന്തെങ്കിലും ഒരു ഫ്രഷ് ജ്യൂസ് കൊടുക്കാറുണ്ട്. ഭയങ്കര ചൂടല്ലേ,
അതുകൊണ്ട് ഇപ്പോൾ ഇന്നലെ ഞാൻ വാട്ടർമെലൺ കൊടുത്തു. ഇന്നിനിയിപ്പം നമ്മുടെ സിട്രസ് അതുണ്ട്, അത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഒരു 11 മണി 11:30 ആകുമ്പോൾ അത് കൊടുത്താൽ ഒരു 12:30 1 മണിയാകുമ്പോൾ അവൾ ചോറ് തിന്നോളും. ഇല്ലെങ്കിൽ അതിൻ്റെ അടുക്ക് ഞാൻ സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും കൊടുത്താൽ പിന്നെ ഭയങ്കര ലേറ്റായിട്ടേ ചോറ് കഴിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ അത് പതുക്കെ ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും ജ്യൂസ് കൊടുക്കും. അപ്പോൾ പിന്നെ നേരത്തെ ചോറ് കഴിച്ചോളും. അപ്പോൾ ഇനിയിപ്പോൾ അത്രയൊക്കെ പരിപാടിയുള്ളൂ. എൻ്റെ ഫോണിൽ ചാർജില്ല, ഞാൻ കുത്തിയിട്ടെടുക്കുന്നത് സംസാരിക്കുന്നത് അതാ ഇങ്ങനെ. അപ്പോൾ എന്തായാലും ഞാൻ ജ്യൂസ് അടിക്കുമ്പം കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ കൈപ്പക്ക ഇതാ പൊരിക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അമ്മ. ഞാൻ ഒരു കൈപ്പക്ക ഫാനല്ല, ഞാൻ അതുകൊണ്ട് കൈപ്പക്ക കറിയോ ഒന്നും കഴിക്കാറില്ല. ആകെ കുറച്ച് ഞാൻ കഴിക്കുന്ന സാധനം കൈപ്പക്ക പച്ചടിയാണ്. അത് കയ്പില്ല എന്നാണെങ്കിൽ കുറച്ച് കഴിക്കും, പക്ഷെ ഭയങ്കര നല്ലതാണ് സാധനം എന്ന് എനിക്കറിയാം. എന്താ പക്ഷെ എനിക്ക് അങ്ങനത്തെ കയ്പുള്ള സാധനങ്ങൾ അത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത്. അപ്പോൾ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഷുട്ടൂനെ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ ഷുട്ടൂന് ജ്യൂസ് അടിക്കാൻ പോകുന്ന ഇന്ന് ഓറഞ്ച് ജ്യൂസാണ്. ഓറഞ്ച് അല്ല, സിട്രസ്. ഒന്നും കൊടുക്കാം, 2 സിട്രസ് എടുത്തിട്ട് ഞാൻ അടിക്കും. അപ്പോൾ അവൾക്കൊരു ഗ്ലാസ് ഒന്നും ഉണ്ടാവില്ല, കുറച്ച് അത്രയും മതി. അത് തന്നെ ഫുള്ളും കുടിക്കൂല. ഇവിടെയാണ് ക്യാമറ, ഇങ്ങോട്ട് വാ. എന്നാലും നിന്നെ കാണും. ഓക്കെ ഓക്കെ. ആദ്യം എന്താ ചെയ്യാ? ഓറഞ്ച് തൊലി കളയണ്ടേ? അതിനല്ല, ആദ്യം നമ്മൾ തൊലി. ഞാനിവിടെ ഫ്രിഡ്ജിൽ നിന്ന് സിട്രസ് എടുക്കുന്ന സമയം കൊണ്ട് മൂപ്പര് ഒറ്റയ്ക്ക് ഫ്രിഡ്ജ് തുറന്ന് 2 സിട്രസൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ അവിടെ പിടിച്ച് കയറ്റിയിരുത്തിയത്. അത് വെറുതെ എടുത്തിങ്ങനെ തുറന്ന് അടക്കുക, പിന്നെ അതെടുക്കുക, താഴെ ഇട്ടുക, അതൊക്കെയായിരുന്നു. താഴെ ഇട്ടാൽ പിന്നെ അത് ചീത്തയായി പോവില്ലേ, അതുകൊണ്ട് ഞാൻ പിടിച്ച് അവിടെ ഇരുത്തിയതാണ്. മോസ്റ്റ്ലി ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യുക എന്ന് വെച്ചാൽ ആളെ കുറച്ച് എൻഗേജ് ആക്കി എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അടങ്ങി അവിടെ നിൽക്കും കുറച്ച് സമയം, ഒരു 5 10 മിനിറ്റൊക്കെ. പിന്നെ ഫോൺ കൊടുത്ത് ഞാൻ ഇരുത്താത്തതുകൊണ്ടാണ്. കാരണം എനിക്കിപ്പോൾ ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല, ഇവളെ മാത്രം നോക്കിയാൽ മതി എന്നാണെങ്കിൽ എനിക്ക് അവളെ മാത്രം നോക്കിയാൽ മതി. ഒറ്റയ്ക്കൊന്നുമല്ലല്ലോ നമ്മൾ താമസിക്കുന്നത്, എല്ലാവരും ഉണ്ടാകുന്ന തന്നെ ഒരു ബെനിഫിറ്റ് അതാണ്. അപ്പോൾ നമുക്ക് കുട്ടികളെ മാത്രം ശ്രദ്ധിക്കണം എന്നാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഫോണിൽ എൻഗേജ് ആക്കി വെക്കാറേ ഇല്ല. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്തു കൊടുത്തിട്ട് പിന്നെ അമ്മ ചെയ്യും. അങ്ങനെ അമ്മ അങ്ങനെ ഇന്നത് ചെയ്തില്ല അങ്ങനെ ചെയ്യുന്നൊന്നും അങ്ങനെ പറയേയില്ല. എപ്പോഴും സപ്പോർട്ടീവായിട്ട് നീ കുഞ്ഞിനെ നോക്കിക്കോന്ന് തന്നെ പറയും. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാനിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കാറില്ല കേട്ടോ. എപ്പോഴും എന്ത് ഫ്രൂട്ടാണെങ്കിലും ഞാൻ എൻ്റെ പ്യുവർ പൾപ്പ് മാത്രം എടുത്തിട്ടാണ് കൊടുക്കാറുള്ളത്. ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജ്യൂസ് എന്ന് പറയുന്നത് വാട്ടർമെലണാണ്. അത് എത്ര കിട്ടിയാലും കുടിച്ചോളൂ എന്നുള്ള ഒരു മൂഡാണ് മൂപ്പർക്ക്. അപ്പം ഞാൻ അതും കുടിച്ച് മടുക്കുന്നതിനാണ് ഞാനിങ്ങനെ ഓരോ ദിവസവും മാറ്റി മാറ്റിയാണ് ഓരോ ജ്യൂസായിട്ട് കൊടുക്കാറുള്ളത്. അവളാ ചെറിയ ബാഗില്ലേ, പോവല്ലേ? വിഷുവിന് അമ്മ വരുന്ന സമയത്ത് കുറച്ച് നമ്മളെ വീട്ടിലത്തെ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ എല്ലാം കെട്ടുപോയി. ചൂടുകൊണ്ട് എന്താ അറിയില്ല, എല്ലാം കുറേ പുഴുവല്ല അമ്മ പറിച്ചെടുത്തതാണ്, പക്ഷെ എന്നാലും കുറേ എല്ലാം പോയി. ഇത് എടുത്തേക്കാ. അങ്ങനെ നമ്മൾ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ചുട്ടും അതിൻ്റെ ഇടയ്ക്ക് അലമ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പണ്ടൊക്കെ നമ്മളവിടെ ഇഷ്ടംപോലെ കിട്ടുന്ന സാധനമായിരുന്നു മാങ്ങ. നമ്മൾ കുറേ പറിച്ച് പുല്ലിൽ വെച്ച് പഴുപ്പിച്ചെടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാവരും ചോദിക്കാണ്ട് തന്നെ എല്ലാം പറിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് അങ്ങനെ കിട്ടുന്നില്ല. ഇത് ലാസ്റ്റ് കിട്ടിയ കുറച്ച് സാധനം വരുന്നുണ്ടോ?
മാങ്ങ കടിയായിന്ന് ചുട്ടു. അയ്യേ നമ്മൾ മാങ്ങയെല്ലാം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും കൂടി ഫിനിഷായി. ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞാൻ ഇവിടെ നഖലൊന്ന് മുറിച്ചു കൊടുക്കാൻ വിചാരിച്ചു. കുറച്ച് നെയിൽസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പം അതിനുള്ള പരിപാടിയിലാണ് നമ്മൾ. പിന്നെ ഇപ്പോൾ ഇവിടെ കുറച്ച് മാങ്ങ തിന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ചോറ് കൊടുത്ത് പിന്നെ ഇനി ഞാൻ അപ്പം തന്നെ ഇവിടെ ഉറക്കും. എന്നാലേ വേഗം എണീക്കും, എന്നാലേ രാത്രി നേരത്തെ ഉറങ്ങുള്ളൂ. കുട്ടപ്പൻ ഇവിടെ സ്ഥലത്തില്ല, അതുകൊണ്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. ഞാനും അമ്മയും അച്ഛനും ചുട്ടും മാത്രമേ ഉള്ളൂ. ഒരാളിവിടെ എൻ്റെ സ്റ്റാൻഡ് വെച്ച് വീഡിയോ എടുക്കുകയാണ്. എന്ത് നല്ല കുട്ടിയാ, ഒരു കുഴപ്പമില്ലാണ്ട് ഒറ്റയ്ക്ക് നഖം മുറിക്കുന്ന കണ്ടോ എന്ന് പറയും അവര്. ചുട്ടു കുട്ടികളല്ലേ. വൺ നീസ് കിട്ടിയ 2 ആണ്. ആദ്യം ഞാൻ ഇവിടെ ഉറങ്ങിയിട്ടാകുമ്പോൾ എപ്പോഴും നഖം മുറിച്ച് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അവളുടെ അടുത്ത് പറഞ്ഞാൽ ആൾ ഇരുന്നോളൂ, കുഴപ്പമില്ല എന്ന് തോന്നിയപ്പോൾ ഇങ്ങനെ മുറിക്കും. കുറച്ച് ടൈം എടുക്കും എന്തായാലും. 2 ഉണ്ട്. അയ്യോ അത് കഴിഞ്ഞില്ല, അത് കഴിയണ്ടേ നമുക്ക്. അവർക്ക് സിംഹത്തിന്റെ കഥ അറിയില്ല. ചുട്ടു സിംഹത്തിന് ആരെ പിടിച്ചേ? അല്ല, സിംഹം ആരെ പിടിക്കാനാ പോയേ? ആരെ പിടിക്കുക? ആ മാനിനെ പിടിക്കാൻ പോയി. പിന്നെ ആരെ പിടിക്കാൻ പോയേ? മുയലിനെ പിടിക്കാൻ പോയി. എന്നിട്ട് കിട്ടിയില്ല. പക്ഷേ ഇല്ലല്ല, നമുക്ക് പയ്യെ ചോറ് തിന്നുമ്പോൾ ആ കഥ പറയണേ. ഇവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണേ നമുക്ക്. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് പാർസൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഷുട്ടുവിൻ്റെ ഡ്രസ്സാണ്. ഒരു പാർട്ടി വെയർ കൈൻഡ് ഓഫ് ഡ്രസ്സാണ്. വിഷുവിന് അമ്മ വാങ്ങിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇത് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു വീഡിയോ പ്ലാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും വന്നിരിക്കുകയാണ്. ഇന്ന് ഫുള്ള് കൊറിയർ ബഹളമാണ് ഇവിടെ. ഒന്നും കൂടെ വരാനുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് ഡ്രസ്സിൻ്റെത്. വന്നിട്ടില്ല ഇതുവരെ. കൈ അപ്പം എന്തായാലും നമുക്കിനിയിപ്പോൾ സമയം ഇവിടെ ഒരു 12:30 കഴിഞ്ഞു. ചുട്ടുവിന് ചോറ് കൊടുക്കാൻ നോക്കണം, എന്നിട്ട് പിന്നെ ഓളെ ഉറക്കണം. മുയലിനെ ആരാ പിടിക്കാൻ പോയേ? ഒരു കാട്ടിന്റെ സിംഹല്ലേനും ഉണ്ടായേ. സിംഹ വന്നിട്ട് എല്ലാരും പിടിച്ചു തിന്നു അല്ലേ. അങ്ങനെ ഒരു ദിവസം രാവിലെ എല്ലാം പിടിച്ചു തിന്ന് സിംഹം ഉറങ്ങി എണീച്ചപ്പോ സിംഹത്തിന് ഭയങ്കര വിശക്കുന്നുണ്ടേനെ. അപ്പൊ വിശന്നപ്പോ ഇങ്ങനെ ആലോചിക്കും സിംഹം, ഒന്നും തിന്നാനില്ലല്ലോ, ഇപ്പൊ എന്താ ചെയ്യാ? അങ്ങനെ ആലോചിച്ചിട്ട് സിംഹത്തിന്റെ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങും. പുറത്തിറക്കുമ്പോ ആരെയും കാണുക? അല്ല, ആദ്യം ആരെയും കാണുക? ഒരു മുയലുണ്ടാവും. ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് മരത്തിന്റെ ചോട്ട് കിടന്ന് ഉറങ്ങുന്നു അല്ല. അപ്പൊ സിംഹത്തിന് ഭയങ്കര സന്തോഷാവും. ഇന്ന് നമുക്ക് ഇതിനെ തന്നെ തിന്നേക്കാന്ന് വിചാരിക്കും. അങ്ങനെ ചുട്ടൂപ്പി ചോറെല്ലാം കഴിച്ചു അല്ലേ. കൊച്ചു ബാക്കിയുണ്ട്, അത് അവള് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഒറ്റക്ക് കഴിക്കുന്നുണ്ട്. ഒറ്റക്കെല്ലാം കഴിക്കും. രാത്രിയെല്ലാം ഒറ്റക്ക് തന്നെ കഴിക്കുക. അജോ ഇപ്പൊ നമ്മളെന്താ പറഞ്ഞു വന്നേ? രാത്രിയെല്ലാം ഈവനിങ് എല്ലാം ആകുമ്പോൾ ഇവിടെ ഒറ്റക്ക് കഴിക്കും. രാവിലെയും ഉച്ചക്കും കുറച്ചൊരു മൂടിയാണ്, അതുകൊണ്ട് ഞാൻ വാരി കൊടുക്കും. അയ്യേ, അല്ലെങ്കിൽ അവൾ തന്നെ കഴിച്ചോളും. രാവിലെ ഉറക്കണീച്ചിട്ട് വന്നിട്ടാകുമ്പോൾ ഭയങ്കര മൂടിയായിരിക്കും. അപ്പം മര്യാദ കഴിക്കൊന്നുമില്ല, അപ്പം ഞാൻ കൊടുക്കും. ഉച്ചക്കും നല്ല മൂടാണെങ്കിൽ അവള് വാരി കഴിച്ചോളും. ശരിക്കും അവള് മൂഡ് റെഡി ആവണമെങ്കിൽ ഉച്ചക്കത്തെ ഉറക്കം കഴിഞ്ഞ ആൾ എണീക്കണം. പിന്നെ എല്ലാം ഒറ്റയ്ക്ക് അവൾ തന്നെ ചെയ്തോളും അല്ലേ. ഇന്ന് സ്പെഷ്യലാ പൊതിച്ചോറ്. പൊളിച്ച് കുറിയൊക്കെ തൊട്ടിരുന്നിട്ട് പൊതിച്ചോറിന് ചമ്മന്തി കൂടി വേണേനു അല്ലേ സൈഡിൽ ചമ്മന്തി. അങ്ങനെ ചുട്ടുപ്പി ചോറെല്ലാം കഴിച്ച് കഴിഞ്ഞ് അവൾക്ക് ഉറക്ക് വന്നിട്ട് ഇതാ മുടിയൊക്കെ നോക്കിയാൽ ഉറക്ക് വന്ന് സൈഡായിട്ടുള്ളത്. ഇനിയിപ്പം നമ്മൾ ഉറങ്ങുമല്ലേ. ഇവിടെ ഉറക്കിയിട്ടാണ് ഞാൻ ചോറ് തിന്നോളൂ. വാവ ഉറങ്ങാൻ പോനാ പറ. ചുട്ടു ഉറങ്ങുന്ന പറ. ഉറങ്ങുന്ന
നല്ല ഉറക്കം വന്നിട്ടുണ്ട്. ആൾക്ക് തണുപ്പ് പിടിച്ച സൈഡായതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഉറക്കിയിട്ട് വേണം എനിക്ക് ചോറ് തിന്നണമെങ്കിൽ. എന്തായാലും ഞാൻ പോയിട്ട് ഉറക്കിയിട്ട് വരാം. തല മുട്ടല്ലേ, തല ബൈ വര. ഷുട്ടു ഉറങ്ങാൻ പോന്നാ വര. See you later വര. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ പോയിട്ട് ഉറക്കട്ടെ. അങ്ങനെ ഇതാ ഷുട്ടൂപ്പി നല്ല ഉറക്കമായി. ഇങ്ങനെ ഉറങ്ങുന്ന കാണുമ്പോൾ പാവം തോന്നും കേട്ടോ. പക്ഷേങ്കിൽ അവളുടെ കയ്യിലിരിപ്പും കുരുത്തക്കേടും കാണുമ്പോൾ ഭയങ്കര ദേഷ്യവും തോന്നും. എന്താ ചെയ്യുക, മദർഹുഡ് അല്ലേ. അങ്ങനെ ആ ഷുട്ടു ഉറങ്ങി. അച്ഛൻ ഉണ്ടാക്കിയ പൊതിച്ചോറിൻ്റെ ബാക്കി ഇല ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും അതിനകത്ത് തന്നെ ചോറ് വയ്ക്കാൻ പോകണം. ഇന്ന് നമ്മൾക്ക് ഇലയിലാണ് ചോറ്. അച്ഛന് പൊതിച്ചോറ് തിന്നാൻ വേണ്ടി ഒരു മോഹം തോന്നിയിട്ടാണ് അച്ഛൻ പോയിട്ട് ഇല പറിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ നമുക്കും കൂടെ ഇല എടുത്തിട്ട് വന്നു. എന്നാൽ പിന്നെ അതിൽ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ. എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ പൊതിച്ചോറ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ അധികം പൊതിച്ചോറ് തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, നമ്മൾ ടിപ്പിയിൽ കൊണ്ടുപോകുന്നതിനേക്കാളും മീൻസ് നമ്മുടെ ടിഫിൻ ബോക്സിൽ കൊണ്ടുപോകുന്നതിനെക്കാട്ടിലും ഭയങ്കര രുചിയാണല്ലോ ഈ ഇലയിൽ പൊതിഞ്ഞ് കൊണ്ടുപോവുക. അത് നമ്മൾ ഉച്ചയ്ക്ക് തുറക്കുമ്പോൾ ആ ഒരു സ്മെല്ല് അതൊക്കെ. അപ്പോൾ ഞാൻ അമ്മയടുത്ത് ഇന്നിങ്ങനെ പറയായിരുന്നു, നമുക്കൊരു ദിവസം എന്തായാലും പൊതിച്ചോറ് ഉണ്ടാക്കണം, നമുക്ക് വീഡിയോ എടുക്കാമെന്നൊക്കെ. എല്ലാ ഐറ്റംസും വേണമല്ലോ, നല്ല രസം ഉണ്ടാവില്ലേ. അങ്ങനെ ഞാനും അമ്മയും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോഴേക്ക് എനിക്കൊരു പാർസൽ പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു ചപ്പലാട്ടോ, എൻ്റെ നല്ലൊരു ക്രോക്സിൻ്റെ ചപ്പൽ പൊട്ടിപ്പോയി. അത് ആക്ച്വലി ഒരു 5 വർഷമായി സംഭവം. അപ്പോൾ അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ എനിക്ക് റഫ്യൂസിന് വേറെ ചെരുപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് അമ്മ കൈനീട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ പൈസ ഒരു ചെരുപ്പ് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വാങ്ങിയൊരു ചെരുപ്പാണ്. വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു 300 രൂപയോ അങ്ങനെ എങ്ങാണ്ടേ ഉള്ളൂ. പക്ഷെ ഒരു ബെറ്റർ നല്ല ക്വാളിറ്റി സംഭവമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. 300 റുപ്പീസിന് ഈ സംഭവം നല്ലൊരു ഓപ്ഷനായിരുന്നു കേട്ടോ. അടിപൊളി ചെരുപ്പായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനും ഇതുപോലെ യൂട്യൂബിൽ കുറേ ആൾക്കാർ ഇങ്ങനെ റിവ്യൂസ് ആയിട്ട് ചെയ്യുമല്ലോ, അങ്ങനെ അവരുടെ ലിങ്ക് ഫോളോ ചെയ്താണ് ഞാൻ ഈ ചെരുപ്പിൽ എത്തിപ്പെട്ടത്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് അത്യാവശ്യം കാഷ്വലായിട്ടും യൂസ് ചെയ്യാം. അത്യാവശ്യം നമുക്ക് സാരിയുടെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ചെരുപ്പായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് ഇങ്ങനെ ഷോ കാണിക്കുന്നത്. അങ്ങനെ പാർസലും ചെരുപ്പും ഒക്കെ പൊട്ടിച്ച് നോക്കി. പിന്നെ ഞാനും കുറച്ച് സമയം അവിടെ പോയി കിടന്നു. എല്ലാ ദിവസവും ഞാൻ ഉറങ്ങുമൊന്നുമില്ല. എപ്പോഴും ഞാൻ എന്തെങ്കിലും എഡിറ്റിംഗ് പരിപാടിയൊക്കെ ഈ സമയത്താണ് ചെയ്യുന്നത്, ഷൂട്ട് ഉറങ്ങുമ്പോൾ. അങ്ങനെ ഇതാരെ എണീച്ച് നോക്കിയാ ഷുട്ടൂപ്പി എണീച്ച് വന്ന് കഴിച്ചില്ലേ. ഷുട്ടൂൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞു. ഉറക്കമെല്ലാം കഴിഞ്ഞ ഒരാൾ എണീച്ചു. നമ്മളെന്താ ചെയ്യാ, കളിക്കും തന്നെ. മുടിയെല്ലാം കെട്ടിയതെല്ലാം പോയി. റബ്ബർ ബാൻഡൊക്കെ പോയല്ലോ പൊന്നാ, റബ്ബർ ബാൻഡൊക്കെ പോയി നമ്മൾ. അപ്പം നമ്മൾ എണീക്കട്ടെ. ഇവിടെ വെളിച്ചില്ല, നമ്മളെപ്പോലും കാണുന്നില്ല അല്ലേ, ലൈറ്റ് ഇട്ടിട്ടില്ല. നമ്മൾ എണീക്കട്ടെ. ഈ ഒരു ഉറക്കം കഴിഞ്ഞ് എണ്ണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ആൾ ഫുൾ ഓണാട്ടോ, ഭയങ്കര. പിന്നെ ഒരു രാത്രി എന്തായാലും ഒരു 12 മണി 1 മണി വരെ ആൾ ഭയങ്കര ആക്റ്റീവാണ്. എന്താ ചെയ്യേണ്ടതെന്ന് തിരിയാത്തൊരു കളിയും ഒക്കെ ആയിരിക്കും. ആൾ ഫോട്ടോ എടുക്കുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോസ് ചെയ്യുന്നതാണ് കാണുന്നത്. ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മളിനിയിപ്പം ചായ കുടിക്കും. പിന്നെ വൈകുന്നേരം ഡിന്നറിന് ചപ്പാത്തി ആണെങ്കിൽ അത് നോക്കണം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്ത് അതിൻ്റെ പണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യണം. അത്രയൊക്കെ ഉള്ളൂ. ഇവളിനിയിപ്പം ഫുൾ ആക്റ്റീവ്. എന്താ പറയുക, ഇനിയിപ്പോൾ കുളിപ്പിക്കണം. കുറച്ച് സമയം TV കാണാൻ ഇരുത്തും ഞാൻ. കാരണം എൻ്റെ ഡിന്നറിൻ്റെ പരിപാടി എന്തെങ്കിലും നോക്കാനും പിന്നെ അല്ലെങ്കിൽ എനിക്ക് കുളിക്കാനൊക്കെ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇവൾ എന്നെ കുളിക്കാൻ സമ്മതിക്കില്ല. എപ്പോഴും കുളിക്കുന്നിടത്തേക്ക് എന്നെ ഓക്ക് വരേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ആ സമയത്ത് കുറച്ച് സമയം TV കാണിക്കും. ഒന്നും കൂടി പഠിക്കാം. കള്ള ഇവിടെ വരും, ഇവിടെ. ആ പൊക്കോ. ആ നമ്മളെല്ലാവരും ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചു. ഞാനങ്ങനെ എല്ലാ ദിവസവും ഒന്നും ഉറങ്ങൂല. ഞാൻ ചിലപ്പോൾ ഈ ഷുട്ടു ഉറങ്ങുന്ന സമയത്താണ് ഞാൻ എന്തെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്യുമോ എന്തെങ്കിലും വോയിസ് ഓവറൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് ആട്ടോ ചെയ്യുക. അല്ലാണ്ട് അവളെന്നെ ചെയ്യാൻ സമ്മതിക്കില്ല. ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഡിന്നറിന് ഞാൻ ചപ്പാത്തി ഒന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതാക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ചായ കുടിക്കണം. ഇനിയിപ്പം
പിന്നെ അവളെ കുളിപ്പിക്കുക, അമ്മക്ക് വിളക്ക് കത്തിക്കാനുണ്ടാവും. അങ്ങനത്തെ ചില്ലറ പരിപാടിയുള്ളൂ. ഇന്ന് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കണോ വേണ്ടിയോ എന്ന് ഇങ്ങനെയുള്ള ആലോചനയിലാണ്. ആക്ച്വലി എന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. രാവിലത്തെ പുട്ടുണ്ട്, പുട്ട് വേണോ ചപ്പാത്തി വേണോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. നോക്കാം. അപ്പം നമ്മൾക്ക് എന്തായാലും ഇനി ചായ വെക്കുമ്പോൾ വൈകുന്നേരം ഒരു 4 മണി 4:30 എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ചായ ടൈമാണ്. ഷുട്ടൂന് ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാല് കൊടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അപ്പോൾ അവൾക്ക് ഈവനിങ് ആകുമ്പം നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് ഞാൻ അവൾക്ക് പാല് കൊടുക്കും. ഒന്നുകിൽ പാല് മാത്രം, അല്ലെങ്കിൽ അതിലെ നട്ട്സൊക്കെ മിക്സ് ചെയ്ത് അരച്ചിട്ട് ഒരു ബദാം മിൽക്കിൻ്റെ രൂപത്തിൽ അങ്ങനെയും കൊടുക്കാറുണ്ട്. ഇപ്പം ഞാൻ അതൊക്കെ അവൾക്ക് ചെറുതായിട്ട് ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി. പിന്നെ അതപ്പോൾ അവൾ കുടിച്ചോളും. ഭയങ്കര ഇഷ്ടമാണ്, പാലാണല്ലോ. പാൽ എങ്ങനെ കൊടുത്താലും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, കുടിച്ചോളും. പിന്നെ ഞാൻ ഗ്രീൻ ടീ ആണ്, അമ്മ ചായ എടുക്കും. കുട്ടപ്പനുണ്ടെങ്കിൽ കുട്ടപ്പനും ചായ ആയിരിക്കും. അവർ രണ്ടുപേരും ലൈറ്റ് ചായയുടെ ആൾക്കാരാണ്. ഞാൻ ചായ കുടിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് സ്ട്രോങ് ചായ വേണം. അപ്പോൾ അതൊക്കെ ഞാൻ ഒഴിവാക്കി ഇപ്പം ഞാനൊരു ഗ്രീൻ ടീ, മോസ്റ്റ്ലി ഈവനിങ് എപ്പോഴും ഗ്രീൻ ടീ ആയിരിക്കും. രാവിലെയാണ് ചായ പാലൊഴിച്ച് കുടിക്കാറുള്ളത്. ഇപ്പം അതും നിർത്തി കട്ടനാക്കിയിട്ടുണ്ട്. എത്ര നാളത്തേക്കെന്നറിയില്ല. പക്ഷെ പുറത്തിറങ്ങിയ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ എനിക്കെപ്പോഴും ചായ വേണം. അല്ലെങ്കിൽ എനിക്ക് പുറത്തത്തെ കട്ടൻ ചായ എന്ന് പറയുന്നത് എനിക്ക് അത്ര ഒരു സുഖം ഉണ്ടാവില്ല. ഒന്നുകിൽ കോഫി, അല്ലെങ്കിൽ എപ്പോഴും ചായയാണ് ഞാൻ എപ്പോഴും പുറത്ത് പോയാൽ കുടിക്കാറുള്ളത്. അങ്ങനെ നമ്മുടെ ഒരാളുടെ ഗ്രീൻ ടീയും ചായയും എല്ലാം റെഡിയായി. അച്ഛൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ചായ കുടിക്കുമ്പോൾ നമ്മുടെ അടുത്ത് വിളിച്ച് ചോദിച്ചു എന്തെങ്കിലും വേണമെന്ന്. അങ്ങനെ നമ്മൾ ഇലയട വാങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അമ്മ ഗോതമ്പ് പത്തൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അച്ഛൻ ഇലയട കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ എന്താ പറയുക, ആ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്തു. അങ്ങനെ നമ്മൾ ഇന്ന് ഇലയടയും ചായയും കുടിക്കാൻ പോവുകയാണ്. നമുക്കിന്ന് തര നല്ല ചൂടുണ്ട്. ഇലയടയും ചായയും. നമ്മൾ പൊതുവേ എണ്ണക്കടികൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് കുറവാണ്. ഇങ്ങനെ എന്തെങ്കിലും അടയോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളാണെങ്കിലാണ് വാങ്ങുക. ആരും അത്ര വലിയ എണ്ണക്കടി ഫാൻസ് അല്ല. ഷുട്ടൂന് പിന്നെ ഞാൻ തീരെ കൊടുക്കാറില്ല. നമ്മൾ കഴിക്കുമ്പോൾ അവൾക്ക് അടയായതുകൊണ്ട് ഞാൻ അവിടെ വെച്ചു കൊടുത്താണ്. പക്ഷേ അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലുണ്ടാക്കിയതാണെങ്കിൽ അവൾ കഴിക്കും. എന്താ അറിയില്ല, ഇന്ന ആൾക്ക് വലിയ മൂഡുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ പാല് മാത്രം കുടിച്ചു. ഈ കാണുന്ന ഫുള്ളും പിന്നെയും ഞാൻ തന്നെയാണ് കഴിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് അവളുടെ കളിയൊക്കെ കഴിഞ്ഞ് തലയൊക്കെ കണ്ടു ഭയങ്കര വേർതിരിക്കുക. ഇനിയിപ്പോൾ അവളെ കുളിപ്പിക്കണം. അപ്പോൾ നമ്മൾ ചായ കുടിക്കുന്നതിൻ്റെ അടുക്ക് ചുമ്മാ പുറത്ത് കണ്ട കാഴ്ചയാണ് 2 മീൻകുത്തികൾ. അപ്പോൾ അത് ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെ ചുമ്മാ എടുത്തു എന്നേ ഉള്ളൂ. എന്തോ പറമ്പിൽ നിന്ന് പുഴുവോ എന്തൊക്കെയോ എന്താ കൊത്തിക്കൊണ്ടെന്ന് അവർ രണ്ടുപേരും ഷെയർ ചെയ്യുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ചുമ്മാ എടുത്തു എന്നേ ഉള്ളൂ. ഇനി ഞാൻ നേരെ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ചുട്ടൂനെ കുളിപ്പിക്കാൻ പോകും. അവൾക്ക് പൊതുവേ വലിയ ചൂടുവെള്ളം താല്പര്യമില്ല. പക്ഷെ ഞാൻ ഒന്ന് ചൂടാക്കിയിട്ട് നോർമലിനെക്കാട്ടിലും കുറച്ചും കൂടി എന്താ പറയുക തണുത്ത വെള്ളം ഒഴിച്ച് ഒന്ന് കുളിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ പിന്നെ ഞാൻ കുറച്ചൊന്ന് ചൂട് എടുക്കും. ബിക്കോസ് അവൾക്ക് നല്ല കോൾഡൊക്കെ പിടിച്ച സൈഡായിട്ടുള്ളത്. മുടിയുള്ളതുകൊണ്ട് അവൾക്ക് തല കുളിക്കാണ്ടിരിക്കാനേ പറ്റില്ല. മുടിയുള്ളത് ഒരു ഭാഗത്ത്, പിന്നെ അവൾക്ക് ഭയങ്കര വേർപ്പുമാണ്, സഹിക്കാൻ പറ്റാത്ത വേർപ്പാണ്. അപ്പോൾ തലയൊക്കെ ഒരു ദിവസം കുളിക്കാണ്ടിരിക്കുക എന്ന് പറയുന്നത് അത്രയും വേർപ്പില്ലാത്ത ദിവസം മാത്രമേ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ഇപ്പോൾ പനിയാണെങ്കിലോ അല്ലെങ്കിലൊക്കെ കുളിപ്പിക്കണം. അപ്പോൾ ഇതാ ഞാൻ അവൾക്കൊരു മുട്ട ബോയിൽ ചെയ്യാൻ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം വേറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈവനിങ് ആകുമ്പോൾ ഞാൻ പാൽ കുടിച്ച് കഴിഞ്ഞാൽ മുട്ട അല്ലെങ്കിൽ എന്തെങ്കിലും മത്തനോ ക്യാരറ്റോ അങ്ങനെ ഓരോ ദിവസം ഓരോന്നായിട്ടാണ് കൊടുക്കാറുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ ഡെയിലി ചെയ്യുന്നത്. എല്ലാ ദിവസവും ഒന്ന് തന്നെ കൊടുത്ത് അവൾ കഴിക്കില്ല. ഇപ്പം മുട്ടയാണെങ്കിൽ തന്നെ അവൾ എല്ലാ ദിവസവും 2ഉം കഴിക്കില്ല. വൈറ്റിനോടാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ വെള്ളം മാത്രമേ കഴിക്കും. മുട്ടയുടെ മഞ്ഞ അവൾ ഒഴിവാക്കും. ചില സമയത്ത് കഴിക്കും. അങ്ങനെയൊക്കെയാണ് അവളുടെ മൂഡ്. അങ്ങനെ നമ്മൾ ചായ കുടിയെല്ലാം കഴിച്ചു. ഇനിയിപ്പോ നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മൾ ഡിന്നറിന് നൂഡിൽസ് ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് എടാ ഇനിയിപ്പോൾ എനിക്ക് ഷുട്ടൂരെ കുളിപ്പിക്കണം, ഞാൻ കുളിക്കണം, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. ഇന്ന് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നില്ല, നൂഡിൽസ്. അങ്ങനെ ഇതാ ഷുട്ടൂൻ്റെ ചൂടുവെള്ളമൊക്കെ റെഡിയായി. ഇവളെ കുളിപ്പിച്ച് കഴിയുമ്പോഴേക്കും ഞാനൊരു കോലാവും.
അപ്പോൾ എനിക്ക് കുറച്ച് സമയം ഒന്ന് ഇരുന്ന് ഞാൻ റെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഞാൻ കുളിക്കാൻ പോകാറുള്ളൂ. എന്താ പറയുക, അവൾ അടങ്ങി നിൽക്കില്ലല്ലോ, അതുകൊണ്ട് ഞാൻ സൈഡാണ് അവളെ കുളിപ്പിച്ച് കഴിയുമ്പോൾ. കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ഇടണം, പാമ്പി ഇടണം, ഡ്രസ്സ് ഇടണം അല്ലേ? ഡ്രസ്സെല്ലാം ഇട്ടിട്ട് വരാൻ പറ അവരടുത്ത്. ഡ്രസ് ഇട്ടിട്ട് വരാവേ. വാ. ഈ കിടക്കുന്ന സമയത്ത് ഒട്ടും പ്രശ്നമില്ലാണ്ട് നമുക്ക് ക്രീം ഇടാൻ പറ്റും. ഇരിക്കുന്ന സമയത്തും വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഈ നടക്കുന്ന സമയം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ ക്രീം ഇടലും ഡ്രസ്സ് ഇടലും ഒക്കെ വലിയ ടാസ്ക്കാണ്. ഇവരെങ്ങോട്ടേക്കാണ് പോകുന്നത് അതിൻ്റെ പിന്നാലെ നമ്മളും കൂടെ ഓടിപ്പിടിച്ച് വേണ്ടി വരും ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കഴിയുമ്പോഴേക്കും എൻ്റെ നടുവിൻ്റെ കാര്യത്തിലൊരു തീരുമാനം തന്നെ ആവാറുണ്ട്. പിന്നെ അവൾ ഡ്രസ്സ് ഇടിക്കുമ്പോൾ ഓളൊന്നിക്കിൽ അങ്ങോട്ടേക്ക് ഓടും ഇങ്ങോട്ടേക്ക് ഓടും. അതൊക്കെ കഴിയുമ്പോഴേക്കും ഞാനൊരു വകയാവാറുണ്ട് എപ്പോഴും. അങ്ങനെ ഇതാ ചുട്ടുപ്പി കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരിയായി. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോന്നേ? ഓ എൻ്റെ അമ്മ, എൻ്റെ കോലം നോക്കി ഇവളെ കുളി കഴിയുമ്പോഴേക്കും എൻ്റെ കോലം ഉണ്ടോ? ഇനിയിപ്പോൾ എന്താ ചെയ്യാ ചുട്ടു? എന്താ ചെയ്യാൻ പോന്നേ? കുറച്ച് സമയം അമ്മ കുളിക്കുന്നവരെ ഒന്ന് കൊക്കമല്ലം കാണാൻ പോവും അല്ലേ? കൊക്കമല്ലം കാണാം. ഓക്കെ ഓക്കെ. ഒരു വരും അമ്മക്ക് താങ്ക് യു. അങ്ങനെ ഇതാ അവളുടെ ഫേവറേറ്റ് പാട്ടിലെത്തിയിട്ടുണ്ട്. അവൾ കൊക്കോമലൻ കാണാനിരുന്നു. ഇനി ഞാൻ പതുക്കെ പോയിട്ട് എനിക്ക് ഇനി ഒന്ന് കുളിച്ച് സെറ്റാവണം. അയ്യോ, അങ്ങനെ ഞാൻ ഷുട്ടൂനെ ഒരു വിധം പറഞ്ഞ് കൊക്കോമലൻ വെച്ചാടി ഇരുത്തിയിട്ടുണ്ട്. ഞാൻ അതിലിടക്ക് അവൾക്ക് മുട്ടയെല്ലാം കൊടുത്തിട്ടോ. അതെന്താ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും തന്നെ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായി എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു. അപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോണിൽ മാറ്റിയിട്ടതിന് ശേഷമാണ് ഇപ്പം വീഡിയോ പിന്നെ എടുക്കാൻ പറ്റിയത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനൊന്ന് വേഗം പോയി കുളിക്കട്ടെ. പിന്നെ ഞാൻ കുറച്ചമ്മ ഇവിടെ ഇരുന്നു. എന്ന് വെച്ചാൽ ഇവളെ പിടിച്ച് വെച്ച് കുളിപ്പിച്ചെല്ലാം കഴിയുമ്പോഴേക്ക് ഞാൻ നല്ലപോലെ ടയേർഡാവും. അതുകൊണ്ട് ഞാൻ കുറച്ചമ്മ അവിടെ ഇരുന്ന്. ഇനിയിപ്പോൾ എനിക്ക് കുളിക്കണം. ഞാൻ എൻ്റെ കോലം കണ്ടിട്ടേ എനിക്കും അവളുടെ കോൾഡ് എനിക്ക് വരുന്നുണ്ടോ സംശയമുണ്ട്. എനിക്ക് ചെറുതായിട്ട് മൂക്കിലൊക്കെ അടപ്പൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ ഹെഡ് വാഷ് ചെയ്യണോ വേണ്ടിയോ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. നോക്കട്ടെ. ഇനിയിപ്പോൾ ബാത്റൂമിൽ കയറിയിട്ട് മൂഡ് പോലെ ഞാൻ ചിലപ്പോൾ കുളിക്കും. അപ്പോൾ എന്തായാലും ഞാൻ വേഗം പോയിട്ട് കുളിച്ചിട്ട് വരാം. ഡിന്നറിന് ഇന്ന് പിന്നെ ഇനി ചപ്പാത്തി ഉണ്ടാക്കുന്നില്ല, നമുക്ക് നൂഡിൽസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ നൂഡിൽസ് ആക്കാമെന്ന് വിചാരിച്ചു. എനിക്കും അച്ഛനാണ് മെയിനായിട്ട്. കുട്ടപ്പനില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അമ്മ എന്തായാലും ചോറ് തന്നെ കഴിക്കും രാത്രി. അപ്പം നമ്മൾ മാത്രമായതുകൊണ്ട് നൂഡിൽസിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വേഗം ഒന്ന് പോയി കുളിച്ചിട്ട് വരട്ടെ. ഭയങ്കര ടയേർഡാണ്. തലയൊക്കെ എനിക്കിവിടെ ഭയങ്കര സൈനസിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഇവിടെ കുറച്ചൊരു കട്ടി ഫീൽ ചെയ്യുന്നു. എന്തായാലും കുളിക്കട്ടെ. അങ്ങനെ ഇതാ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഹെഡ് വാഷ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് പോയത്. സത്യം എന്താ അറിയോ, ഞാൻ മേല് കുളിച്ച് അപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വന്നു. ഞാൻ തല കുളിക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. സാറില്ല, ഇനിയിപ്പോൾ എന്തായാലും നാളെ എണ്ണയൊക്കെ തേച്ച് കുളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കുറച്ച് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്. ഞാൻ ആക്ച്വലി ഇത് ഡോട്ട് ആൻഡ് ഗീയുടെ സാലിസിലിക് ആസിഡ് സിറാണ്. ഞാൻ മിനിമലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഇപ്പം ടോട്ടലി എല്ലാ പ്രോഡക്ട്സും ഡോട്ട് ആൻഡ് ഗീ ആക്കി മാറ്റി. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് കുറച്ചും കൂടി അടിപൊളിയായിട്ട് തോന്നുന്നത് ഡോട്ട് ആൻഡ് ഗീ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് മാറിയതാണ്. എന്താ പറയുക, എനിക്ക് കുറച്ചും കൂടി വർക്കിംഗ് ഇതാന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ എൻ്റെ ഗുവാഷ റോൾ ആക്ച്വലി, അപ്പോൾ ഞാൻ ഫാൻ ഇട്ടോട്ടെ. ഭയങ്കര ചൂട്. ഫാൻ ഓഫ് ചെയ്തിട്ട് ഒരു നിവൃത്തിയില്ല, ഭയങ്കര ചൂടാണ്. ഞാനുണ്ടല്ലോ, എൻ്റെ ഗുവാഷ റോൾ ആക്ച്വലി പൊട്ടിപ്പോയി. എൻ്റെ അടുത്ത് കുറേ തവണ അത് പൊട്ടിപ്പോയി. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം വാങ്ങിക്കണോ വേണ്ടിയോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. പക്ഷേ വാങ്ങിക്കുന്നത് ഭയങ്കര നല്ലതാണ്. വാങ്ങണം. ഞാൻ എപ്പോഴും ഓർഡർ ചെയ്യാനും മറന്നുപോകും. ഞാൻ സിറോ ഇട്ടിട്ട് എപ്പോഴും കുറച്ചൊരു ഫേഷ്യൽ മസാജ്. ഞാൻ ഫാൻ ഓപ്പൺ ചെയ്തോണ്ട് നിങ്ങൾക്ക് എത്രമാത്രം കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഇപ്പം ജനറലായിട്ട് ഇങ്ങനെ ഫേസ് എല്ലായിടത്തും ഞാൻ അപ്പം തന്നെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല.
നിയാസിനമൈഡും സാലിസിലിക് ആസിഡ് രാവിലെയും സാലിസിലിക് ആസിഡ് ഇങ്ങനെ കുടിച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ രാത്രി മാത്രമേ എൻ്റെ നൈറ്റ് ക്രീം ഞാൻ അപ്ലൈ ചെയ്യാറുള്ളൂ, വേറെ ഒന്നും ചെയ്യാറില്ല. നമുക്കൊരു ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതാണ് എൻ്റെ മോയ്സ്ചറൈസർ. ജോയി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ് സംഭവം വരുന്നത്. ഇത് ഡ്രൈനസ് റിപ്പയർ ബോഡി ലോഷനാണ്. എൻ്റെത് ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. എൻ്റെത് മാത്രമല്ല ഹസ്ബൻഡിൻ്റെയും കുട്ടപ്പൻ്റെയും ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ചുമ്മാ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. നമുക്കിനി ഷുട്ടുപ്പിനെ മെല്ലെ കൊക്കോമെലൊന്ന് മാറ്റി പുറത്തേക്ക് ഇറക്കണം. ഞാൻ കുളിച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇതാ ഒരാളുടെ കൊക്കോമെലൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഇനി ഡിന്നർ ടൈമാണ്. അപ്പൊ ഇപ്പൊ സമയം എന്തായാലും ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട്. അച്ഛൻ പുറത്തു പോയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എനിക്ക് മാത്രം പെട്ടെന്ന് കുറച്ച് മാഗി ആക്കി കഴിക്കാന്ന് ചോദിച്ചു. ഞാൻ ഇപ്പോൾ 7 മണിക്കും 8 മണിക്കുള്ളിലായിട്ട് ഫുഡ് കഴിക്കാൻ ശ്രമിക്കാറുണ്ട് വൈകുന്നേരത്തെ. അതുകൊണ്ട് ഇന്ന് നമുക്ക് മാഗി ഉണ്ടാക്കാം. ഞാൻ ഭയങ്കര ഒരു മാഗി ഫാനൊന്നുമല്ല. ഞാൻ മോസ്റ്റ്ലി നമ്മൾ ഗോതമ്പിൻ്റെ അല്ലെങ്കിൽ ഓട്സിൻ്റെ മാഗിയൊക്കെയാണ് വാങ്ങിക്കാറുള്ളത്. പക്ഷെ ഇവിടെ അത് അത്ര അവൈലബിൾ അല്ല. പിന്നെ നല്ല മടിയുള്ള ദിവസം ഒന്നും ആക്കാൻ വയ്യാൻ തോന്നുന്ന സമയത്ത് ആക്കി പെട്ടെന്ന് കഴിയുന്ന പരിപാടിയാണല്ലോ ഈ മാഗി. അങ്ങനെയാണ് ഇതാക്കാറുള്ളത്. അല്ലെങ്കിൽ മോസ്റ്റ്ലി നമ്മൾ ചപ്പാത്തി അല്ലെങ്കിൽ രാവിലത്തെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് അങ്ങനെയാണ് രാത്രി കഴിക്കാറുള്ളത്. ഒന്നുമില്ലെങ്കിൽ ചോറ്, അങ്ങനെയാണ് സംഭവം. ഇതിപ്പോൾ ഇന്ന് വേറെ ഒന്നും ആക്കാൻ കഴിയില്ല, ചപ്പാത്തി ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച് ഞാൻ മാഗി ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെന്തായാലും കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ ഷുട്ടുപ്പിക്കും വേണ്ടി വരും. അവൾക്ക് ഞാൻ പൊതുവേ ഈ മൈദ മാഗീസ് കൊടുക്കാറില്ല. പിന്നെ ഞാൻ കഴിക്കുന്നതാണെന്ന് എന്തായാലും വേണ്ടി വരുമല്ലോ. അപ്പോൾ ഒരു 2 സ്പൂൺ അങ്ങനെ അവളുടെ പ്ലേറ്റിൽ അവിടെ ഇട്ട് കൊടുത്താൽ അവൾ അതിനെ കൊണ്ട് കളിച്ചോളും. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ എനിക്കങ്ങനെ പച്ചക്കറി എല്ലാം ഇട്ടിട്ടുള്ള നൂഡിൽസ് എന്ന് പറയുന്നത് വലിയ താല്പര്യമില്ല. പ്ലെയിൻ ആയിട്ടുള്ളതാണ് ഇഷ്ടം. അതിൻ്റെ മസാലയും കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലുള്ളത്. ഒന്നുമില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് കുറച്ച് എന്താ പറയുക, നമ്മളെ ഒന്നുകിൽ ചീസ് ആഡ് ചെയ്യും, അല്ലെങ്കിൽ മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ബുൾസൈ ആക്കും. ഇപ്പം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, വെറും മാഗി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇന്ന് മുട്ടയൊന്നും വേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഷുട്ടു ഞാൻ പൊതുവേ ഈ മാഗി നൂഡിൽസ് അങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കാറില്ല. കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അവരെ നൂഡിൽസ് ഉണ്ടല്ലോ, റാഗി നൂഡിൽസ് അല്ലെങ്കിൽ ഗോതമ്പ്, അങ്ങനത്തെയാണ് ഞാൻ വാങ്ങിക്കാറുള്ളത്. ഇന്നിപ്പോൾ അതൊന്നും ഇല്ല ഇവിടെ. എന്തായാലും മൂപ്പറൊക്കെ കുറച്ച് കൊടുക്കേണ്ടി വരും. അത് ഞാൻ ഭയങ്കര കുറച്ച് ക്വാണ്ടിറ്റി, ഇതൊരു എന്താ പറയുക, ഇത്രയൊക്കെ കൊടുക്കുള്ളൂ. അതുകൊണ്ട് അവളിങ്ങനെ അവിടെ വെച്ചിങ്ങനെ അതിനെ കൊണ്ട് കളിച്ച് കുറച്ചൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരുന്നോളൂ. കൊടുക്കാൻ വെക്കുമ്പോൾ പിന്നെ വാശി കൂടുമല്ലോ. മാക്സിമം ഞാൻ ഒഴിവാക്കുക. അവൾക്ക് കഴിക്കാൻ പറ്റാത്ത സാധനങ്ങൾ ഞാനും കുറേയൊക്കെ ഒഴിവാക്കും. എന്നാലും നമ്മൾ പുറത്തത്തെ ഫുഡ്, അങ്ങനത്തെ ഫാസ്റ്റ് ഫുഡൊന്നും കൊടുത്ത് ശീലിപ്പിക്കാത്തതുകൊണ്ട് പുള്ളിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. ഇവിടെ ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് നമുക്കിപ്പോൾ ഒരു ബർഗറൊക്കെ കഴിക്കുമ്പോൾ അവള് വേണ്ടി വരുന്ന ചോദിച്ചാൽ ഞാനിപ്പോൾ ഒരു ബണ്ണൊക്കെ കൊടുക്കുകയാണെങ്കിൽ കഴിക്കില്ല. മുപ്പുറത്ത് അതിൻ്റെ ടേസ്റ്റിനോട് വലിയ താല്പര്യമില്ല. ഈ പിസ്സ അങ്ങനത്തെ സംഭവമൊന്നും ഇഷ്ടമില്ല. അത് ഞാൻ ആദ്യമേ കൊടുക്കാത്തതുകൊണ്ട് ഇപ്പം അതിനോട് വലിയ വാശിയുമില്ല, ഇഷ്ടവുമില്ല. അതുകൊണ്ട് സേഫ് സോണാണ് ആക്ച്വലി. അങ്ങനെ ഇതാ നമ്മളെ മാഗി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അധികം വെള്ളം അങ്ങനെ വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കില്ല കേട്ടോ. അങ്ങനെ കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഇഷ്ടം. അങ്ങനെയാണ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് അല്ലെങ്കിൽ ഒരു യമ്മി ആയിട്ടുള്ള ഓപ്ഷൻ എന്താ അറിയോ, ഇതിനകത്തേക്ക് നമ്മൾ ഒനിയൻ ഉണ്ടല്ലോ, നമ്മൾ ഉള്ളിയും വലിയുള്ളിയും ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു 1.5 കഷ്ണമൊക്കെ മതിയായിരിക്കും. 1.5 കഷ്ണമല്ല, ഹാഫും കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ
അതൊന്ന് സോട്ട് ചെയ്തിട്ട് വിത്ത് ഗ്രീൻ ചില്ലിയും ഒന്നും അങ്ങനെ ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് നമ്മൾ ഈ മാഗി പ്രിപ്പയർ ചെയ്തെടുക്കുമ്പം ഭയങ്കര യമ്മിയാണ്. ഈ സ്പൈസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര അടിപൊളി ഓപ്ഷൻ കേട്ടോ അത്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എപ്പോഴും നല്ല വല്ലപ്പോഴും കഴിക്കാൻ ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഞാൻ പ്ലെയിൻ മാഗി തന്നെ കഴിക്കുക. അങ്ങനെ ഇതാ നമ്മൾ മാഗി റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് കഴിക്കാം. നമ്മൾ പോയി കഴിക്കട്ടെ. ഞാൻ അമ്മേനെയും ഷുട്ടുവിനെയൊക്കെ വിളിക്കട്ടെ കേട്ടോ. അച്ഛൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനും ഷുട്ടും അമ്മയും കൂടി മാഗി കഴിക്കാനിരുന്നു. അവൾ സൈഡിൽ നിന്ന് ഒച്ചപ്പാടാക്കുന്ന എന്താ വെച്ചാൽ ഞാൻ കഴിക്കുന്ന ഫോർക്ക് അവൾക്ക് വേണം. അതാണെങ്കിൽ അവളുടെ വായിൽ കൊള്ളുന്ന ഫോർക്കും അല്ല, പക്ഷെ എന്നാലും അത് വേണമെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ അലമ്പാക്കി കൊണ്ടിരിക്കുകയാണ്. അവളുടെ സ്പൂണ് വേണ്ട, അവൾക്ക് അതിൽ കിട്ടുന്നില്ല എന്നുള്ള ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് അവൾ. അപ്പോൾ എന്നെ കഴിക്കാനും വിടുന്നില്ല, അവൾ കഴിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. അപ്പം നമ്മൾ 3 പേരും കൂടെ ഇതൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ പെട്ടെന്ന് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പാത്രവും അതൊക്കെ ഒന്ന് കഴുകി ഡിഷൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല കേട്ടോ. ഇനി ഒരു 11-11:30 വരെ ഇങ്ങനെ ഇരുന്ന് ഇവളുടെ കളി കാണുക, അത് തന്നെയാണ് മെയിനായിട്ടുള്ള പരിപാടി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെറിയൊരു കിച്ചൺ ക്ലീനിങ് ഉണ്ടാവും. കിച്ചൺ നിലം തുടയ്ക്കലും അടിച്ചു വാരലുണ്ടാവും, തുടക്കലില്ല. അടിച്ചു വാരി നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഗ്രാനൈറ്റൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കുക, അതൊക്കെ തന്നെ രാത്രിയിലത്തെ പരിപാടിയുള്ളൂ. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആണ്. അതും കൊണ്ട് ഇവളുടെ കളിയും നോക്കി നമ്മളവിടെ മാറ്റിലിരിക്കുമ്പോൾ അവൾ കുറേ നേരം കളിക്കും. പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ രാവിലത്തേക്കുള്ള നമ്മുടെ ദോശക്കുള്ള അരപ്പ് റെഡിയാക്കി വെച്ചു. ആയി അങ്ങനെ ഡിന്നറും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിതാ നമ്മൾ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവളുടെ മാറ്റ് വിട്ട് ഇനി ഇങ്ങനെ ഇരിക്കും നമ്മൾ കുറേ നേരം. അത് കഴിഞ്ഞ് ഞാൻ ഒരു 9 ഒക്കെ ആകുമ്പോൾ അവൾക്ക് ഫുഡ് കൊടുക്കും കേട്ടോ. നമ്മൾ കഴിക്കുമ്പോൾ ഇടയ്ക്ക് അവൾ എന്തെങ്കിലും കഴിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ ടൈമിൽ കൊടുക്കാത്തത്. അപ്പോൾ ഇന്ന് അവൾക്ക് ഫിഷ് ഉള്ളതുകൊണ്ട് ചോറ് മതി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ മോസ്റ്റ്ലി ഓട്സാണ് കഴിക്കുക രാത്രി. അപ്പോൾ ഞാൻ ചോദിക്കും ഓട്സ് വേണോ ചോറ് വേണോ എന്ന്. അപ്പോൾ ചോറ് മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ അവൾ ഫിഷ് ഫ്രൈയും ചോറും കുറച്ച് വെള്ളരി കഷ്ണമൊക്കെ ഇട്ട് കൊടുത്താൽ അതിനെ കൊണ്ട് അവൾ ഒറ്റയ്ക്ക് കഴിച്ചോളും കേട്ടോ. രാത്രിയൊന്നും ഒരു പ്രശ്നമില്ല, അവൾ ഒറ്റയ്ക്ക് കഴിച്ചോളും. ഇപ്പം സമയം 11 മണിയായിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ക്ലോക്ക് കാണിക്കും. ആൾ ഭയങ്കര തകൃതിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പയ്യെ ഞാൻ കൂട്ടി മേലെ പോയാൽ മാത്രമേ അമ്മക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പം ഇതാ നമ്മുടെ താഴത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ മേലെ എത്തിയിട്ടുണ്ട്. നമ്മൾ അമ്മ ഉറങ്ങേണ്ടതുകൊണ്ട് ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ എടുത്ത് പതുക്കെ ഇങ്ങോട്ട് പോന്നു. ഇവളിപ്പോൾ ഒന്നും ഉറങ്ങാൻ ചാൻസ് ഇല്ല എന്തായാലും. 12:30 1 മണി എന്തായാലും ആവും ഇവൾ ഉറങ്ങാൻ. ഇവളുടെ കുറേ പരിവാരങ്ങളെയും കൂട്ടിയിട്ട് എന്താ മേലെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇന്ന് നമുക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. ചുമ്മാ ഇങ്ങനെ ഇരിക്കുക, ഫുഡ് കഴിക്കുക, ഉറങ്ങുക, ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിലും ഇതൊക്കെ തന്നെയാണ് പരിപാടി. അല്ലെങ്കിൽ ചില ദിവസങ്ങൾ നമുക്ക് എവിടെയെങ്കിലും പോകാനുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകും. അപ്പൊ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്തൊരു ഡെയിലി വ്ളോഗായിട്ട് പിന്നെയും കാണാം. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറ. അപ്പൊ എല്ലാവരും പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ലൈക്ക് ചെയ്യണേ പറ. അപ്പൊ ഓക്കെ, ബൈ പറ. ബൈ, ഗുഡ് നൈറ്റ്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.